لا يفد إلي لمحروم إلى آخر الحديث شفيعنا رسول الله മദീനയിൽ ചെന്നാൽ ഞാനെങ്ങനെ പിരിയും മഹമൂദെ കണ്ടാൽ ഞാനങ്ങ് തളരും മനസ്സേ മനസ്സേ മതിയാകുമോ നബിയോരെ മടിയിൽ തല ചായ്ക്കുമോ കണ്ണേ കണ്ണേ കൊതി തീരുമോ കനിവോരെ മണ്ണിൽ നീ വീഴുമോ പുറംതിരിഞ്ഞിട്ട് നടന്നകലുവാൻ കഴിയുമോ നബിയേ പുറംതിരിഞ്ഞിട്ട് നടന്നകലുവാൻ കഴിയുമോ നബിയേ ജുഗതം തിരിഞ്ഞിട്ട് വിട പറയുമ്പോൾ കഴിയുമോ നബിയേ മദീനയിൽ ചെന്നാൽ ഞാനെങ്ങനെ പിരിയും മഹമൂദെ കണ്ടാൽ ഞാനങ്ങ് തളരും മനസ്സേ മനസ്സേ മതിയാകുമോ നബിയോരെ മടിയിൽ തല ചായ്ക്കുമോ കണ്ണേ കണ്ണേ കൊതി തീരുമോ കനിവോരെ മണ്ണിൽ നീ വീഴുമോ. ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് നാം ഇവിടെ ഒരുമിച്ച് കൂടി. ഇതുപോലെ നാളെ അല്ലാഹു അവന്റെ അനുഗ്രഹീത സ്വർഗ്ഗത്തിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നെല്ലാം വന്നുപോയ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും ദോഷങ്ങളും എല്ലാം അല്ലാഹു അവന്റെ അളവറ്റ അപാര കാരുണ്യം കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഹജ്ജിന് പോയ മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്ന എല്ലാവർക്കും അല്ലാഹുവേ നീ ആഫിയത്തും ആരോഗ്യം കൊടുക്കണം. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കണം റഹ്മാനേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും നീ പൊറുക്കണം. അല്ലാഹുവേ അവരുടെ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ ജോലിയിലും ഞങ്ങളുടെ ബിസിനസ്സിലും ഞങ്ങൾക്ക് നീ നൽകിയ മുഴുവൻ അനുഗ്രഹങ്ങളിലും എല്ലാം നിന്റെ ബറക്കത്ത് നീ ചൊരിഞ്ഞു നൽകണം അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങൾക്ക് പരിപൂർണമായ ആഫിയത്തും ആരോഗ്യവും നൽകണം അല്ലാഹ്. ജീവിക്കുന്ന കാലം അത്രത്തോളം ഒരു നിസ്കാരം പോലും ഖളാഅക്കാതെ ജീവിക്കാനുള്ള മഹാസൗഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണം റബ്ബേ. അല്ലാഹു ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കണം അല്ലാഹ്. മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളാക്കണം അല്ലാഹ്. ദീനിന് ഉപകരിക്കുന്ന മക്കളാക്കണം റബ്ബേ. മരിച്ചാലും ഖബറിന്റെ അടുക്കൽ വന്ന് സലാം പറയുന്ന മക്കളാക്കണം റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണം റഹ്മാനേ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹാജിമാരവര് പല ദിക്കുകളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും കഅബാലയത്തെ ലക്ഷ്യമാക്കി ഒരേ ഒരു മന്ത്രധ്വനിയാൽ കഅബാലയത്തെ വലയം ചെയ്തുകൊണ്ട് ഉംറകൾ ചെയ്തു തീർക്കുന്നു. ഹജ്ജ് എന്ന ജീവിതാഭിലാഷത്തിലേക്ക് ഓരോ മുസൽമാനും അവന്റെ ഓരോ ചുവടുകൾ പിന്നെയും പിന്നെയും മക്കയിലേക്ക് അടുപ്പിക്കുന്നു. ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളുടെയും മനസ്സിന്റെ അകത്തളങ്ങളിൽ ഹൃദയങ്ങളിൽ കഅബയും അതിന്റെ പരിസരവും അതിന്റെ സമീപ പ്രദേശങ്ങളും മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അവിടുത്തെ കുടുംബവും മക്കളെയും ഒറ്റയ്ക്കാക്കി പോയ ആ പ്രദേശവും സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ മനസ്സിൽ അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ലബ്ബൈക്കയുടെ ധ്വനികൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് വന്നവരെല്ലാവരും ഒരേ ധ്വനികൾ മാത്രം. അവരുടെ എല്ലാവരുടെയും തോളിൽ ഒരു മുണ്ട് ഉടുത്ത് രണ്ട് തുണിയല്ലാതെ വേറൊരു തുണിയും ഒരൊറ്റ മുഅ്മിനീങ്ങളായ വിശ്വാസികൾക്കില്ല. അവരെല്ലാവരും ചൊല്ലുന്നത് ഒരേ ഒരു മന്ത്രമാണ്, ലബ്ബൈക എന്ന അതിസുന്ദരമായ വചനം. ഇന്ന് ഹജ്ജിന് പോകുന്നവർ അല്ലെങ്കിൽ ഉംറയ്ക്ക് പോകുന്നവർ അവിടെ പോകുന്നത് അവർ ഇന്നലെയോ മിനിഞ്ഞാന്നോ അല്ലെങ്കിൽ കഴിഞ്ഞ മാസമോ കേട്ട വിളിയുടെ പേരിലല്ല.
ഉമ്മയുടെ ഗർഭാശയത്തിന്റെ അങ്ങേയറ്റത്ത് ഒരു ബീജത്തുള്ളിയായി ഉപ്പയുടെ മുതുകിൽ കിടന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിളിയാളങ്ങൾക്ക് ഉത്തരം ചെയ്തവരാണ് ഹജ്ജിന് പോകുന്ന ഓരോ വിശ്വാസികളും. അതുകൊണ്ട് തന്നെ ഹജ്ജ് എന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായി മാറണം. ഒരു വിശ്വാസിയുടെ ജീവിതാഭിലാഷമായി മാറണം ഹജ്ജ് എന്നുള്ളത്. നമ്മൾ ഏതൊരു അമല് ചെയ്താലും അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ ആ അമലുകൾക്ക് വലിയ സ്വാധീനമുണ്ട്. അത് നമ്മുടെ മനസ്സിന്റെ നെയ്യത്തിന്റെ വലുപ്പമനുസരിച്ചാണ് കണക്കാക്കപ്പെടുക. നമ്മളൊരു 10 രൂപ ഒരു ആവശ്യമുള്ള ഒരാൾക്ക് ഒരു 10 രൂപ കൊടുക്കുന്നതും ഒരാവശ്യമില്ലാത്ത ആൾക്ക് ഒരു 100 രൂപ കൊടുക്കുന്നതും വ്യത്യാസമാണ് അല്ലേ? നമ്മൾ ചിലപ്പോ ഈ ഡിസ്കവറി ചാനലുകളിൽ, അനിമൽസ് പ്ലാനറ്റ് ചാനലുകളിൽ നമുക്ക് കാണാൻ പറ്റും ഈ പുലി ഇങ്ങനെ മാനിന്റെ പുറകെ ഇങ്ങനെ എത്തുന്നത്. വലിയ വലിയ കണ്ടൽ കാടുകളിൽ പുലി അതിന്റെ മാനിനെ കാണുമ്പോൾ എന്താണ് ഇങ്ങനെ മാനിന്റെ പുറകെ ഇങ്ങനെ പുലി ഇങ്ങനെ നല്ല സ്പീഡിനോടും. ആ ചീറ്റപ്പുലി ഓടുന്നതിനേക്കാൾ ഇരട്ടി സ്പീഡിലായിരിക്കും മാൻ ഓടുന്നത്. എന്താ കാരണം? രണ്ടിന്റെയും ഓട്ടം വ്യത്യാസമുണ്ട്. രണ്ട് ജീവികളുടെയും ഓട്ടം വ്യത്യാസമുണ്ട്. അതെന്താ? ഒരു ജീവി ഓടുന്നത് അതിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റേ ജീവി ഓടുന്നത് അതിന്റെ പ്രാണവായു എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പൊ ഒരു ചീറ്റപ്പുലി ഒരു മാനിന്റെ പുറകെ ഓടുമ്പോ രണ്ടും ഡിഫറന്റ് നെയ്യത്താണ്, വ്യത്യസ്തങ്ങളായ നെയ്യത്തുകളാണ് രണ്ടിന്റെ ഉള്ളിൽ. ഒന്നിന് അതിനെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം, മറ്റൊന്ന് അതിന്റെ ജീവൻ നിലനിർത്തണം. അപ്പൊ നമ്മളൊരു 10 രൂപ പള്ളിയിൽ വരുന്ന ഒരു ആവശ്യക്കാരൻ ഒരു 10 രൂപ കൊടുത്തിട്ട് നീ ചായ കുടിച്ചോ എന്ന് പറയുന്നതും, വലിയ കാറിലൊക്കെ വന്ന് പള്ളിയിൽ വന്ന് ഇറങ്ങിയ ഒരാൾക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല, നീ 100 രൂപ വച്ചോ എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. പറഞ്ഞു വരുന്നത് നമ്മുടെ മനസ്സിലെ നെയ്യത്താണ് നമ്മുടെ അമലിന്റെ പ്രതിഫലം നിശ്ചയിക്കുന്നത്. മനസ്സിന്റെ നെയ്യത്തിന്റെ വലിപ്പമനുസരിച്ചാണ് നമുക്ക് അല്ലാഹു തആല പ്രതിഫലം തരുന്നത്. നമ്മുടെ ഉദ്ദേശം എത്രമാത്രം ശുദ്ധവും സുതാര്യവുമാണോ അതിനനുസരിച്ച് അല്ലാഹു തആല നമ്മുടെ നെയ്യത്തിന് നെയ്യത്ത് പോലെ മയ്യത്ത്. ചില ആൾക്കാർ പറയാറുണ്ട് അങ്ങനെ നെയ്യത്ത് പോലെ മയ്യത്ത് അല്ലേ? അവൻ ആഗ്രഹിച്ചത് മക്കയിൽ കിടന്ന് മരിക്കാനാണ്, അതുപോലെ തന്നെ ഹജ്ജിന് പോയപ്പോ അവിടെ കിടന്ന് മരിച്ചു. അവന്റെ ആഗ്രഹം ഇന്ന മകളുടെ കൂടെ കിടന്ന് ജീവിച്ച് മരിക്കാനാണ്. അതുകൊണ്ട് ഇന്ന മകളുടെ കൂടെയാണ് ആ ഉപ്പ കിടന്ന് മരിച്ചത്. ഇവന്റെ ആഗ്രഹം തന്റെ ഭാര്യയോടൊപ്പം തന്നെ മരിക്കാനാണ്. ചില ആളുകൾ മരിച്ചാൽ നമുക്ക് കാണാൻ പറ്റും അയാളുടെ ഭാര്യയാണ് മരിക്കുന്നതെങ്കിൽ അധികം താമസിക്കാതെ ഭർത്താവും കൂടെ മരിച്ച് രണ്ടുപേരും പള്ളിക്കുടിയിൽ ഒരേ സ്ഥലത്ത് തന്നെ കബറടക്കുന്നത് കാണാം. ചിലര് പറയാറുണ്ട്, ഉസ്താദേ ഉമ്മയും ഉപ്പയും മരിച്ചത് ഒരേ മാസത്തിൽ തന്നെയാണ്. ചിലര് പറയാറുണ്ട് ഭർത്താവ് മരിച്ച ആ മാസം തന്നെ ഭാര്യയും മരിച്ചു. പത്രത്തിൽ കാണാറുണ്ട് ഭർത്താവ് മരിച്ച ആവശ്യം കഴിയുന്നതിന് മുമ്പ് ഭാര്യയും മരിച്ചു. ഇങ്ങനെ കാണുന്നത് നെയ്യത്ത് പോലെ മയ്യത്തെന്നാൽ നമ്മുടെ മനസ്സിലെ ആഗ്രഹമാണ്. നമ്മുടെ ജീവിതകാലത്ത് താങ്ങും തണലുമായി നിന്ന ഭാര്യയാകുന്ന സഹധർമ്മിണി ഈ ഭൂലോകത്തില്ലാത്ത ഒരു ദിവസം പോലും ഈ ഭൂമിയിൽ വസിക്കാൻ ആഗ്രഹമില്ലാത്തവരാണവർ. ഇണ നഷ്ടപ്പെട്ടാൽ പിന്നെ തുണയില്ല, തുണ നഷ്ടപ്പെട്ടാൽ പിന്നെ ഇണയില്ല. അതുകൊണ്ട് തന്നെയാണ് ഏതൊരമലും നിസ്സാരമായി കാണാൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും കൃത്യവും ദൃഢവുമായി അല്ലാഹുവിന്റെ ഖദറാണ്. ഇത്ര സമ്പാദിക്കുമെന്നത് അല്ലാഹുവിന്റെ ഖദറാണ്. ഇത്ര ഞാൻ സ്വരൂപിക്കുമെന്നത് അല്ലാഹുവിന്റെ ഖദറാണ്. ഇത്ര ഞാൻ എന്താണ് ജീവിതത്തിൽ ചൊരിക്കൂട്ടുമെന്നത് അല്ലാഹുവിന്റെ ഖദറാണ്. ഞാനും നിങ്ങളും നിശ്ചയിച്ചതുപോലെയല്ല എന്റെയും നിങ്ങളുടെയും ജീവിതം.
നമ്മൾ ഒരാൾ പ്ലാൻ ചെയ്യുന്നത് പോലെ ഒരിക്കലും ആവണമെന്നില്ല നമ്മുടെ ജീവിതം. ഇത് അല്ലാഹു തആല ഒരു മനുഷ്യനെ പടയ്ക്കുന്നതിന് 40 വർഷങ്ങൾക്ക് മുൻപേ എന്റെ ആയുസ് അല്ലാഹു തആല എഴുതി വച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന ദിവസം ഇന്ന ദിവസം ഇന്ന മാസം ഇന്ന സ്ഥലത്ത് വെച്ച് മരിക്കുമെന്ന്. ഇത് അല്ലാഹുവിന്റെ ഖദറാണ്. എന്റെയും നിങ്ങളുടെയും സമ്പാദ്യത്തിൽ നിന്ന് ഒരു 100 രൂപ പാവപ്പെട്ടവന് കൊടുക്കണമെന്നത് അല്ലാഹുവിന്റെ ഖദറാണ്. നമ്മുടെ സമ്പാദ്യമെല്ലാം ഉണ്ടായി കഴിയുമ്പോൾ ആ സമ്പാദ്യത്തിൽ നിന്നും ഒരു തുക മാറ്റിവെച്ച് പരിശുദ്ധമായ കഅബാലയത്തിൽ ഹജ്ജിന് പോകണമെന്നുള്ളത് അതും അല്ലാഹുവിന്റെ ഖദറാണ്. ഖദറിലുള്ള വിശ്വാസമാണ് ഈമാൻ കാര്യങ്ങളിൽ അവസാനത്തേത്. നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കൽ ഈമാനിന്റെ ഭാഗമാണ്. നബി മുഹമ്മദ് മുസ്തഫ ഈമാനിന്റെ ഭാഗമാണ്. നമ്മൾ അല്ലാഹു തആല നന്നാക്കിയാലും മോശമാക്കിയാലും സമ്പന്നനാക്കിയാലും ദരിദ്രനാക്കിയാലും നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു ചെയ്യരുത് എന്നുള്ളത് റബ്ബിന്റെ ഖദർ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ചില നിസ്സാര അമലുകൾക്ക് പല ആളുകളും നരകത്തിൽ പോയിട്ടുണ്ട്. ഇൽമ പഠിക്കാൻ പോയ ആളുകളെ കുറിച്ച് ചിലപ്പോ ചില ഉസ്താദുമാര് പറയാറുണ്ട്, അവന്റെ ഇൽമ ളുൽമാവും. എന്താ കാരണം? പണ്ട് ചേകന്നൂർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാള് പഠിച്ച് എല്ലാ കിതാബുകളും വൈഹാർട്ടാക്കി അവസാനം അയാള് കിടക്കണത് കിതാബിന്റെ മുകളിലാണ്. കിതാബിന്റെ മുകളിൽ കിടന്ന് ചോദിക്കുമ്പോ നീ പഠിച്ച കിതാബല്ലേ അത്? ഇത് ഞാൻ ബൈഹാർട്ടാക്കി, പിന്നെ എന്തിനാ എനിക്ക് അതിന്റെ ആവശ്യം? അങ്ങനെ പഠിച്ച് അവസാനം അയാൾ പറയാ നമസ്കാരം 3 വഖത്തുള്ളൂ. എന്തിനും പുള്ളിയുടെ കയ്യിൽ തെളിവുണ്ടാവും. എങ്ങനെ ചോദിച്ചാലും പുള്ളി അതിവിദഗ്ധമായി സമർത്ഥമായി അതിനെ പുള്ളി പറഞ്ഞ് ഫലിപ്പിച്ച് ആ രീതിയിലാക്കി കളയും. എന്ത് ചോദിച്ചാലും പുള്ളി തെളിവ് ചോദിക്കും. അവസാനം ശൈഖുനാ എ.പി. ഉസ്താദ് പറഞ്ഞു അവന് തെളിവുണ്ടാവില്ല. അതുപോലെ തന്നെ ജീവിതത്തിൽ ഇന്നേ വരെ അവൻ എങ്ങനെയാ മരിച്ചതെന്ന് ഇന്നേ വരെ അതിന് തെളിവുണ്ടായിട്ടില്ല. അപ്പൊ ഇൽമും ഉൽമാവും നമ്മൾ പഠിച്ച് ഗുരുവിനേക്കാൾ വലിയ പഠിപ്പായെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഈ ഗുരുവിനെ നിന്ദിക്കാൻ പാടില്ല. ഇവിടത്തെ സിസ്റ്റത്തിനെതിരാണത്. അദബ് എന്നത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇൽമുള്ള എല്ലാവരും നമ്മൾ ബഹുമാനിക്കണമെങ്കിൽ ഇബ്ലീസിനെ ബഹുമാനിക്കണ്ടേ? ഇൽമുള്ള എല്ലാവരും പുണ്യമുള്ളവരല്ല. ഇൽമുള്ള എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കണമായിരുന്നുവെങ്കിൽ ഇബ്ലീസിനെ ബഹുമാനിക്കണം. 80,000 വർഷം മലക്കുകളുടെ ഉസ്താദായിരുന്നു ഇബ്ലീസ്. അപ്പൊ ഇബ്ലീസ് മലക്കുകൾക്ക് ക്ലാസ് എടുക്കണമെങ്കിൽ അവിടെയുള്ള അള്ളാഹുവിന്റെ കോടാനുകോടി മലക്കുകളെക്കാൾ അറിവും പ്രാപ്തിയും കഴിവും ഇൽമുമുള്ള ആളാവണമാര് ഇബ്ലീസ്. അതുകൊണ്ട് ഇബ്ലീസിന് എന്താണ്? അറിവില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അദബുണ്ടായില്ല. അദബും അറിവും കൂടെ വന്നാൽ അവിടെ പ്രാധാന്യമുള്ളത് അദബിനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഏതൊരു അമലിനും നിയ്യത്ത് പ്രധാനമാണ്. 10 രൂപയാണ് നമ്മൾ സ്വതക്ക ചെയ്തത്, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവന്റെ കല്യാണത്തിന് പോയപ്പോൾ 500 രൂപയാണ് കൊടുത്തത് എന്ന് വേണ്ട. അങ്ങനെ ഏതെല്ലാം മേഖലകളിലാകട്ടെ, പള്ളിയിലേക്കാവട്ടെ, ദീനി സ്ഥാപനങ്ങൾക്കാകട്ടെ, നമ്മുടെ വീടിന്റെ ഉമ്മറത്ത് വന്ന് പിരിവുകാരന് കൊടുത്തപ്പോഴാവട്ടെ 10 രൂപയാണെങ്കിൽ പോലും ബിസ്മി ചൊല്ലി ഇതൊരു സ്വതക്കയാക്കണേ അല്ലാഹ് എന്ന നെയ്യത്തിൽ കൊടുത്തവൻ, ആ നെയ്യത്ത് അവന്റെ മനസ്സിൽ പടച്ചവനെ
ഈ 10 രൂപ ഞാൻ ഇന്ന് പാലിന് വെച്ച പൈസയിൽ നിന്നാണ്. അല്ലാഹുവേ, ഇന്നൊരു ദിവസം ഞാൻ പാല് കുടിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഒരു യതീമായ കുട്ടിയാണ്, ഒരു ദീനീ സ്ഥാപനത്തിന്റെ പിരിവിന് വേണ്ടിയാണ് വീട്ടിൽ വന്നത്. 100 രൂപയാണ് എന്റെ കയ്യിലുള്ളത്, അതുകൊണ്ട് വൈകിട്ട് 3 ഭാഗത്ത് പാല് വാങ്ങിക്കാൻ വെച്ചതാണ്. അല്ലാഹുവേ, നിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ ഇതാ ഈ പൈസ സ്വതക്ക ചെയ്യുന്നു, നീ സ്വീകരിക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞാൽ എടുത്തു കൊടുത്താൽ അവന്റെ മനസ്സിന്റെ ഈമാനിന്റെ ഖദറനുസരിച്ച് മലക്കുകൾ അത് എഴുതി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ നെയ്യത്തിന്റെ വലിപ്പം എന്നത് അവന്റെ ഈമാനിന്റെ ഖദറാണ്. റബ്ബിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന എന്തും വലിയ പ്രതിഫലമുള്ളതാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുന്ന 1 രൂപയാണ് പള്ളിയുടെ ബക്കറ്റ് പിരിവ് വന്നപ്പോൾ 1 രൂപയാണ് അയാൾ ബിസ്മി ചൊല്ലിയിട്ടതെങ്കിൽ ആ ഇട്ട നെയ്യത്ത് അവന്റെ നെയ്യത്ത് നല്ല ഖാലിസായ ഇതെന്റെ റബ്ബിന് വേണ്ടിയുള്ള സദഖയാണ്, വേറെ ഒന്നും എന്റെ കയ്യിലില്ല എന്ന നെയ്യത്തിലാണെങ്കിൽ അതിനർഹമായ പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഗൗരവം മനസ്സിലാക്കണം. മഹാനായ അബൂ നഈം അൻ സൽമാനിൽ ഫാരിസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ, ഒരു ചരിത്രം ഇവിടെ പറയുന്നു, ഒരു ഈച്ചയുടെ പേരിൽ ഒരാൾ നരകത്തിലും സ്വർഗത്തിലും പോയി. അതെങ്ങനെ? പണ്ട് നമ്മളൊരു പൂച്ചയുടെ കാര്യം കേട്ടിട്ടുണ്ട്. പൂച്ചയെ ഒരാൾ കെട്ടിയിട്ടു, അങ്ങനെ അതിന് തീറ്റയോ ഭക്ഷണമോ കൊടുത്തില്ല, അത് കിടന്ന് ചത്തുപോയി. അങ്ങനെ ആ പൂച്ചയെ കെട്ടിയിട്ട പെണ്ണ് നരകത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇതുപോലെ തന്നെ ഒരു നായ ആ കിണറിന്റെ മുന്നിൽ കിടക്കുന്ന മുകളിൽ കിടക്കുന്ന നനഞ്ഞ മണ്ണ് ഇങ്ങനെ നക്കി നക്കി തിന്നുന്നത് കണ്ടു. അങ്ങനെ വ്യഭിചാരിയായ ഒരു മനുഷ്യൻ ആ നായയ്ക്ക് തന്റെ കാലിൽ കിടന്ന ശൂസൂരി ആ കിണറിൽ നിന്നും വെള്ളം കോരിക്കൊടുത്തതിന്റെ പേരിൽ ആ മനുഷ്യൻ സ്വർഗത്തിൽ പോയെന്ന് ഹദീസിൽ കാണാം. ഇവിടെ പറയുന്നത് അതല്ല, ഒരു ഈച്ചയുടെ പേരിൽ ഒരാൾ നരകത്തിലും സ്വർഗത്തിലും പോയി എന്നാണ്. അതെങ്ങനെയാണ് ഈച്ചയുടെ പേരിൽ പോയത്? നോക്കൂ നിങ്ങൾ. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ദഖലൽ ജന്ന റജുലുൻ ഫീ ദുബാബ്. ഈച്ചയുടെ വിഷയത്തിൽ ഒരാൾ സ്വർഗ്ഗത്തിൽ പോയിരിക്കുന്നു. വദഖലൻ നാർ റജുലുൻ ഫീ ദുബാബ്. ഈച്ചയുടെ വിഷയത്തിൽ തന്നെ ഒരാൾ നരകത്തിലും പോയിരിക്കുന്നു. സഹാബത്ത് ചോദിച്ചു, ഖാലൂ വകൈഫ ദാലിക, നമ്മൾക്ക് അത്ഭുതമുള്ളതുപോലെ സഹാബത്തിനും അത്ഭുതമുണ്ടായി. ഖാലൂ, എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്? എങ്ങനെയാണ്? സഹാബത്ത് ചോദിച്ചു. അവിടെ നിന്ന് പറഞ്ഞു, മർറ റജുലുൻ അലാ ഖൗമിൻ ലഹും സനമുൻ വലാ യജൂസു അഹദുൻ ഹത്താ യുഖർരിബ ലഹു ശൈആ. അദ്ദേഹം ഒരു നാട്ടിലൂടെ നടന്നുപോയി. ഒരു നാട്ടിൽ എന്താണ്? അവിടെ സ്വനമുണ്ട്, ഒരു വിഗ്രഹമുണ്ട്. ഒരു നാട്ടിൽ വിഗ്രഹമുണ്ട്. ആ വിഗ്രഹം ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ ഇങ്ങനെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ടോ ആ നാട്ടിലൂടെ അവരുടെ വിഗ്രഹത്തിന്റെ മുന്നിലൂടെ ആര് യാത്ര ചെയ്താലും എന്തെങ്കിലും ഒരു നിവേദ്യം ആ വിഗ്രഹത്തിന് വച്ചിട്ടേ കടന്നു പോകാവൂ എന്നാണ്. അങ്ങനെ മർറ റജുലാനി അലാ ഖൗമിൻ ലഹു സനമുൻ ലാ യജൂസുഹു അഹദുൻ ഹത്താ യുഖർരിബ ലഹു ശൈആ. ഈ വഴിയിലൂടെ പോകുന്നവർ ഈ വിഗ്രഹത്തിന് എന്തെങ്കിലും കാണിക്ക വയ്ക്കാതെ ആ നാട്ടുകാരെ ഒരാളെയും അങ്ങോട്ട് കടത്തിവിടൂല.
അങ്ങനെ എന്താണ് മനുഷ്യനോട് പറഞ്ഞു, ഒന്നാമത്തെ ആളോട് പറഞ്ഞു, ലാ യജൂസു അഹദുൻ ഹത്താ യുഖദ്ദിബ ലഹു ശൈഅ ഫഖാലൂ ലിഅഹദിഹിമാ കുദ്ദിബ. എന്തെങ്കിലും ഒരു കാണിക്ക വയ്ക്കാൻ ഒരാളോട് നടന്നുപോയ ഒരാളോട് പറഞ്ഞു, അയാള് പറഞ്ഞു, ലൈസ ഇൻദീ ശൈഉൻ ഉഖദ്ദിബ, നിവേദ്യം വയ്ക്കാനുള്ള ഒന്നും എന്റെ കയ്യിലില്ല. അവര് പറഞ്ഞു, ഒരു ഈച്ചയെ പിടിച്ചെങ്കിലും നീ അതിന്റെ മുന്നിൽ ഒന്ന് നിവേദ്യം വെച്ചിട്ട് കടന്നു കൊടുക്കും. അയാൾ എന്ത് ചെയ്തെന്നറിയുമോ? ഒരു ഈച്ചയെ പിടിച്ച് ആ വിഗ്രഹത്തിനൊരു നിവേദ്യം വെച്ചയാൾ കടന്നുപോയി. അങ്ങനെ പോയ മനുഷ്യനെ നാട്ടുകാര് വെറുതെ വിട്ടു. പക്ഷേ മുസ്ലിമായ മനുഷ്യൻ നിവേദ്യം വച്ചപ്പോ അവൻ മരണപ്പെട്ടു, അവൻ നരകത്തിൽ പോയി. രണ്ടാമത്തെ ആളെന്താണ്? രണ്ടാമത്തെ ആൾ മറ്റാളെങ്ങനെയാണ് ഈച്ചയുടെ വിഷയത്തിൽ സ്വർഗത്തിൽ പോയത്? അവനോട് പറഞ്ഞു, നീ നിവേദ്യം വയ്ക്കേ, അല്ലാഹുവിനല്ലാതെ ഈ ദുനിയാവിൽ ഒരു മനുഷ്യന്റെയോ പടപ്പിന്റെയോ മുന്നിൽ ഞാനതാ ഒരു നിവേദ്യം വയ്ക്കുന്നതല്ല, ഒരു കാണിക്കയും വയ്ക്കുന്നതല്ല. എന്റെ സ്ഥലം ഞാൻ ശിരസ് കുനിക്കുന്നത് ലോകനിയന്താവായ അല്ലാഹുവിന്റെ മുന്നിൽ മാത്രമാണെന്ന് പറഞ്ഞപ്പോൾ ആ നാട്ടുകാരവന്റെ പിരടി വെട്ടിക്കളഞ്ഞു. അതോടെ അവൻ സ്വർഗത്തിന് അവകാശിയായി. ഈച്ചയുടെ വിഷയത്തിൽ ഒരാൾ നരകത്തിലും സ്വർഗത്തിലും പോയത് എങ്ങനെയാണ്? അതുകൊണ്ട് നമ്മുടെ ഈമാൻ എന്നത് ഈ ദുനിയാവിൽ ഒരു ജ്യോത്സ്യനെയും മുന്നിൽ പണയം വയ്ക്കാനുള്ളതല്ല. എത്ര പ്രതിസന്ധി വന്നാലും പോകരുത് കണക്ക് നോക്കാൻ പോയി. അങ്ങനെ ഈമാൻ നഷ്ടപ്പെട്ടാൽ പിന്നെ അവൻ എത്ര നോക്കിയാലും പിന്നെ ചേരൂല. ഈമാനുള്ള മുസ്ലിമീങ്ങൾ അവന്റെ ഈമാനിനെ അള്ളാന്റെ മാർഗത്തിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ അറക്കുന്ന ഉലഹിയത്തിന്റെ മൃഗങ്ങൾ അത് വളരെ നെയ്യത്തുള്ളതാകണം, വളരെ പ്രതിഫലമുള്ളതാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ഖുർആൻ പറയുന്നു, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. ഇന്നാ അഅ്തൈനാകൽ കൗസർ, നബിയെ അങ്ങേക്ക് ഞാൻ ഹൗലുൽ കൗസർ എന്ന ലോകത്ത് രണ്ടാമതെന്താണ്, ലോകത്ത് മൂന്നാമത് പ്രതിഫലമുള്ള വെള്ളമാണ് ഹൗലുൽ കൗസറിലെ വെള്ളം. ഒന്നാമത്തേത് നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഇരു കരങ്ങളാണ്, വിരലുകൾക്കിടയിൽ നിന്നും പ്രവഹിക്കുന്ന വെള്ളമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ വെള്ളമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തത് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടത്തെ കാലിട്ടടിച്ചപ്പോൾ ബിഅർ സംസം ഹഫറ ജിബ്രീൽ. ഇസ്മായിൽ നബി കാലിട്ടടിച്ചപ്പോൾ ജിബ്രീൽ താത്തിയ കിണറാണ് സംസം കിണർ. ആ കിണറിലെ വെള്ളത്തിന്റെ ഉത്ഭവം അത് സ്വർഗ്ഗത്തിൽ നിന്നാണ്. ശഫീഉനാ റസൂലുള്ളാഹി. മൂന്നാമത്തെ ശ്രേഷ്ഠമായ വെള്ളം അത് ഹൗലുൽ കൗസറിലെ വെള്ളമാണ്. ലോകത്തെ എല്ലാ പ്രവാചകന്മാർക്കും ഒരു ഹൗലുണ്ട്. അത് മാത്രമല്ല, എന്റെ ഹൗല് എന്നത് ഹൗലുൽ കൗസറാണ്. ഖുർആൻ പറയുന്നു, ഇന്നാ അഅ്തൈനാകൽ കൗസർ, നബിയെ അങ്ങേക്ക് നാം ഹൗലുൽ കൗസർ എന്ന നല്ല സുന്ദരമായ ഒരു ഹൗല് നൽകിയിരിക്കുന്നു. അതിന്റെ പ്രത്യുപകാരമായിട്ട്, അതിന് നന്ദിയായിട്ട്, അതിന് പകരമായിട്ട് ഫസല്ലി ലിറബ്ബിക വൻഹർ, അങ്ങ് നിസ്കരിക്കുകയോ
ചെയ്യുകയും അങ്ങ് ഉളഹിയത്ത് അറുക്കുകയും ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. അതിന് പ്രത്യുപകാരമായി നമ്മുടെ സമ്പത്ത് ഇതേപോലെ തന്നെ നിലനിൽക്കണമെങ്കിൽ അതിന് പ്രത്യുപകാരമായി നമ്മൾ അള്ളാഹുവിനെ നന്ദി ചെയ്യണം. അതിന് ഏതൊക്കെ നബിതങ്ങളോട് അല്ലാഹു പറഞ്ഞത്? ഫസ്വല്ലി, നീ നിസ്കരിക്കുകയും വൻഹർ, നീ ഉളുഹിയത്ത് അറുക്കുകയും ചെയ്യണമെന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ സമ്പത്തിന്റെ ഭദ്രതയും നമുക്ക് അല്ലാഹു തന്ന ഈ കാണുന്ന അനുഗ്രഹങ്ങൾ, ആഫിയത്തും ആരോഗ്യവും മക്കളും കുടുംബവും കുടുംബജീവിതം, ഇതെല്ലാം അല്ലാഹു നമുക്ക് തന്നതാണ്. അതിന് പകരമായി അല്ലാഹു തആല പറഞ്ഞത് ഫസ്വല്ലി ലി റബ്ബിക, അങ്ങയുടെ റബ്ബിന് വേണ്ടി അങ്ങ് നിസ്കരിക്കുകയും വൻഹർ, അങ്ങ് ഉളുഹിയത്ത് അറുക്കുകയും ചെയ്യണം എന്നാണ് ഖുർആൻ. അതുകൊണ്ട് എല്ലാവരും നമ്മളാൽ കഴിയുന്ന വിധത്തിൽ, ഒരാൾക്ക് ഒറ്റയ്ക്ക് സാധിക്കാത്ത ആളുകൾ ഉണ്ടാക്കണമെന്ന് നബി തങ്ങൾക്കറിയാം. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഒരാളും ഒറ്റയ്ക്ക് ഇറക്കണ്ട, 1 2 3 7 പേർക്ക് വരെ അതിൽ ഷെയർ കൂടാം. എന്നിട്ട് ഏറ്റവും സുന്ദരമായ നല്ല മൃഗത്തെ നോക്കി നിങ്ങളുടെ ഉളുഹിയത്തിന് വേണ്ടി നിങ്ങൾ സജ്ജമാക്കണം. 4 രീതിയിലുള്ള മൃഗങ്ങൾ അതിന് പറ്റൂല എന്ന് നബി തങ്ങൾ പറഞ്ഞു. ഏതൊക്കെ 4 കണ്ണ് രോഗമുള്ളത്, മുടന്തുള്ളത്, അതുപോലെ തന്നെ എന്താണ് വളർച്ചയില്ലാതെ മുരടിച്ചു നിൽക്കുന്നത്, അതുപോലെ തന്നെ വെള്ളപ്പാണ്ടുള്ളത്. ഇങ്ങനെ 4 രീതിയിലുള്ള ന്യൂനതകളുള്ള മൃഗങ്ങളെ പറ്റൂല. കൊമ്പില്ലാത്തത് പറ്റുമെങ്കിലും കൊമ്പുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അങ്ങനെ ഉളുഹിയത്തിന് മതിയാവുന്ന മൃഗം, അത് സിറാത്ത് എന്ന പാലത്തിൽ നമ്മുടെ ഓരോ വ്യക്തികൾക്കും പകരമാണ് നമ്മുടെ ഒരു. അതുകൊണ്ട് ഏറ്റവും ഭംഗിയുള്ളതിന് ഓരോരോ മഹല്ലുകളിൽ നമുക്ക് കാണാൻ പറ്റും. ആനയുടെ വലിപ്പമുണ്ട് ഒരു പോത്തിന്, പേടിയോ? അവര് നല്ല ആ ദിവസങ്ങളിലെല്ലാം നല്ല വെളിച്ചെണ്ണയും പാമോയിലൊക്കെ തേച്ച് നല്ല ഒന്നും കൂടി കറുപ്പിച്ച് നല്ല പൊട്ടിച്ച് ഏറ്റവും സുന്ദരമായി അതിനെ പരിപാലിച്ച് റബ്ബിന് വേണ്ടി സമർപ്പിക്കുമ്പോ അതിന്റെ ഒരു 4 അല്ല ഒരു 10 ഇരട്ടി അല്ലാഹു തആല എഴുതി വെക്കും. ജീവിതകാലത്ത് പിന്നെയും 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 ധാരാളം ഉളുഹിയത്ത് ഇറക്കാൻ അല്ലാഹു തആല അവന് തൗഫീഖ് ചെയ്യും. അങ്ങനെയുള്ളവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. മരണപ്പെട്ട മാതാവിനും പിതാവിനും മരണപ്പെട്ട ഭാര്യയ്ക്കും വേണ്ടി ദുആ ചെയ്യാൻ സ്ഥലം വാങ്ങുന്നതിലേക്ക് 10,000 രൂപ, സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു സഹോദരൻ 5,000 രൂപ, അടുത്ത മഹലിൽപ്പെട്ട ഒരു സഹോദരൻ സ്ഥലം വാങ്ങുന്നതിലേക്ക് നമ്മുടെ പള്ളിയുടെ ഓഫീസ് തിരിച്ച് ഫാബ്രിക്കേഷൻ വർക്കിനും വേണ്ടി 25,000 രൂപ പ്രത്യേകമായി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മഹലിൽപ്പെട്ട ആളല്ല, പുറം മഹലിൽപ്പെട്ട ആളാണ്. നമ്മുടെ ഈ പള്ളിയുടെ ഓഫീസ് റൂം തിരിക്കുന്നതിന് വേണ്ട അലൂമിനിയം ഫാബ്രിക്കേഷന്റെ വർക്കിന് വേണ്ടി തന്ന ആ സഹോദരൻ അതിവിടെ പ്രസംഗത്തിന് വന്ന സമയത്ത് ഏറ്റതാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. പുതിയ സ്ഥാപനം തുടങ്ങുന്ന ഒരു സഹോദരൻ ദുആ ചെയ്യാൻ 1000 രൂപ, മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 150 രൂപ, സ്വലാത്തിന്റെ ദിവസങ്ങളിൽ ഒരുപാട് പേര് ദുആ ചെയ്യാൻ 6666 രൂപയും 2 സഹോദരിമാർ സ്വർണം തുടങ്ങിയ സംഭാവനകൾ തന്നിട്ടുണ്ട്. പ്രത്യേകമായി ദുആ ചെയ്യാൻ പറഞ്ഞു. അതുപോലെ നമ്മുടെ മീരാൻ സക്കാഫിയുടെ ദർസിൽ മുത്തല്ലിമുണ്ട്, വാളിന് അത് നമസ്കാരം കഴിഞ്ഞ് നമ്മളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്തു കൊടുക്കുക. പിന്നെ ഒരു പാവപ്പെട്ട മുസാഫിറുണ്ട്, പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകമായി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഒരു 3 സ്വലാത്ത്. അപ്പൊ ഈ ഓഫീസിന്റെ ഇതിനു വേണ്ടി ചെയ്തു തന്നിരിക്കുന്ന 25,000 രൂപ അദ്ദേഹം വേറെയും തന്നിട്ടുണ്ട്. ഇതിന്റെ പണിക്കാശും പണിസാധനങ്ങളുടെ മൊത്തം പൈസയും അയാൾ ഏറ്റിട്ടുണ്ട്. അത് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അടുത്ത മഹലിലുള്ള അദ്ദേഹം 25,000 രൂപ സ്ഥലം വാങ്ങിക്കുന്നതിലേക്കും പിന്നെ നമ്മുടെ ഈ ഫ്രെയിം പണിയുന്നതിന്റെ ഫുൾ പൈസ അദ്ദേഹം എടുത്തതാണ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم.
അർഹമുർറാഹിമീനായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ റഹ്മാനെ മരണപ്പെട്ടുപോയ മാതാവിനും പിതാവിനും വേണ്ടി ദുആ ചെയ്യാൻ 10,000 രൂപ പള്ളിയിലേക്ക് സ്ഥലം വാങ്ങുന്നതിലേക്ക് തന്നിരിക്കുന്നു. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്, ജാരിയായ സ്വതക്കയാക്കണേ അല്ലാഹ്. പള്ളിക്ക് വേണ്ടി ആ സ്ഥലം ഇവിടെ നിലനിൽക്കുന്നിടത്തോളം അതിന്റെ പ്രതിഫലം മരണപ്പെട്ടുപോയ ഉപ്പയുടെയും ഉമ്മയുടെയും ഖബറിലേക്ക് നീ എത്തിക്കണേ റഹ്മാനേ. അല്ലാഹുവേ അവരുടെ ഖബറിടങ്ങൾ നീ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. ദുനിയാവിൽ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കണേ റഹ്മാനേ. അല്ലാഹുവേ സ്വലാത്തിലെ സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു സഹോദരൻ 5,000 രൂപ തന്നിട്ടുണ്ട്. മുറാദുകൾ അറിയുന്ന റബ്ബേ നീ സഫലീകരിക്കണേ അല്ലാഹ്. ആവശ്യങ്ങൾ അറിയുന്ന റബ്ബേ എല്ലാം നീ വീട്ടി കൊടുക്കണേ റബ്ബേ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. കാരുണ്യവാനായ റഹ്മാനേ, നിന്റെ ദീനീ സ്ഥാപനത്തിൽ ഒരു ഓഫീസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനു വേണ്ടി കോശം തിരിക്കാൻ വേണ്ടി ചെയ്തു തന്ന ആ സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ അതിന്റെ മുറാദുകൾ എന്താണെങ്കിലും മനസ്സിലാക്കണ റബ്ബേ. 25,000 രൂപ അല്ലാതെയും തന്നു നീ സ്വീകരിക്കണേ റബ്ബേ. പുറം മഹല്ല് നിവാസിയാണ്, കച്ചവടത്തിൽ നീ ബറക്കത്ത് ചൊരിയണ റബ്ബേ. കുടുംബജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നെങ്കിൽ ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ റബ്ബേ. മരണപ്പെട്ടു പോയവരെങ്കിൽ അവരുടെ ഖബറിടങ്ങൾ നീ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവരുടെ വരുമാന മാർഗങ്ങളിൽ നീ ബറക്കത്ത് ചൊരിയണ റബ്ബേ. അല്ലാഹുവേ പുതിയ സ്ഥാപനം തുടങ്ങുന്ന സഹോദരനാണ്, പ്രത്യേകമായി ദുആ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ഖൈറും ബറക്കത്തും ചൊരിയണ റബ്ബേ. ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കാനുതകുന്ന മാർഗമാക്കണേ അല്ലാഹ്. നമ്മുടെ ഓരോരുത്തരുടെയും വരുമാന മാർഗങ്ങളിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ സ്വതക്കങ്ങൾ ചെയ്ത ഒരാളെയും നീ പാഴാക്കല്ലേ അല്ലാഹ്. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നെയ്യത്തറിയുന്ന റബ്ബേ അവരുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ അവരുടെ അവസ്ഥ ഏറ്റവും നന്നായി അറിയുന്ന റബ്ബേ അവർക്ക് നീ പൊറുക്കണേ അല്ലാഹ്. മക്കൾ ചെയ്ത സദഖകൾ സ്വീകരിക്കണേ അല്ലാഹ്. ഖബറിടങ്ങളെ പ്രകാശമാക്കണേ അല്ലാഹ്. പോരായ്മകൾ പരിഹരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ സ്വലാത്തിന്റെ ദിവസങ്ങളിൽ ഒരുപാട് പേർ ദുആ ചെയ്യാൻ 6,666 രൂപ വെച്ച് സദസ്സിൽ ഏറ്റവരാണ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. 2 സഹോദരിമാർ സ്വർണ്ണം തന്ന് സഹായിച്ചവരുണ്ട്, നീ സ്വീകരിക്കണേ റബ്ബേ. എന്തെന്ത് മുറാദാണ് അവരുടെ ഉള്ളിലുള്ളതെങ്കിലും അത് നീ ഹാസിലാക്കണേ അല്ലാഹ്. അത് നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നാടിനെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഈ മഹൽ നിവാസികളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ നാട്ടിലുള്ള മനോമനകൾ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ ദീനി സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കളെ നീ സ്വീകരിക്കണേ റബ്ബേ. മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഹജ്ജിന് പോയവർക്ക് നീ പൊറുക്കണേ അല്ലാഹ്. അവർക്ക് പരിപൂർണമായ ഹജ്ജും ഉംറയും സിയാറത്തും നടത്താനുള്ള ഭാഗ്യം കൊടുക്കണം റബ്ബേ. ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ള ഓർമ്മ കൊടുക്കണം അല്ലാഹ്. പരിപൂർണമായ ആഫിയത്തും ആരോഗ്യവും കൊടുക്കണം റഹ്മാനേ. അല്ലാഹുവേ പടച്ചവനെ സുഖമില്ലാത്ത ഒരു മുസാഫിർ വന്നിട്ടുണ്ട്, ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ശിഫയാക്കണേ അല്ലാഹ്. കാലുവേദനയാണെന്ന് പറയുന്നു, നീ പൊറുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ഓരോരുത്തരുടെയും എല്ലാ നീറും 1000 പ്രശ്നങ്ങളുണ്ട്, എല്ലാം സലാമത്താക്കണേ അല്ലാഹ്. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ പരിശുദ്ധമായ ഹജ്ജിന് പോകാനുള്ള ഉംറയ്ക്ക് പോകാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്.